തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവാദത്തിൽ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസനെ സംശയനിഴലിലാക്കാനുള്ള ആരോഗ്യ വകുപ്പിന്റെ നീക്കം പൊളിയുന്നു. ഡോക്ടർ ഹാരിസ് ഹസന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ബിൽ നെഫ്രോസ്കോപ്പുകളുടെ ഡെലിവറി ചലാൻ ആണെന്ന് വ്യക്തമായി. ഡെലിവറി ചെയ്ത എറണാകുളത്തെ ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ് മാനേജിംഗ് പാർട്ണർ സുനിൽ കുമാർ വാസുദേവന്റേതാണ് ഈ വിശദീകരണം. ചലാനിൽ മൊസിലോസ്കോപ്പ് എന്ന് രേഖപ്പെടുത്തത് ഓഫീസ് സ്റ്റാഫിന്റെ വീഴ്ചയാണെന്നും സുനിൽ കുമാർ വാസുദേവ് പറഞ്ഞു. നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ പുറത്ത് അയക്കേണ്ടി വരും. റോഡ് ലെൻസ് ഒക്കെ തകർന്നു പോയി. എന്റെ പഴയ സ്കോപ്പ് അല്ലേ, 10 വർഷം പഴകിയ സ്കോപ്പാ. അത്രയൊക്കെ പഴകിയ സ്കോപ്പാ. അപ്പൊ അതിന്റെയൊക്കെ റോഡ് ലെൻസ് ഒക്കെ പോയി. അപ്പൊ പിന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം ഇപ്പോഴത്തെ ടെക്നോളജി എല്ലാം വ്യത്യാസമാണ്. ഡിജിറ്റലാ സ്കോപ്പുകളെല്ലാം ടെക്നോളജിയിലുള്ള. അപ്പൊ അത് റിപ്പയർ ചെയ്യണമെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഇന്ത്യയിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പൊട്ടിയ സാധനം ഇന്ത്യയിൽ കിട്ടില്ല. അപ്പൊ അത് പുറത്ത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്താണ്. അപ്പൊ പുള്ളി അത് എടുത്തുകൊണ്ട് പോയിട്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇറിപ്പയറബിൾ ആണ്. നമ്മളത് ഹൈദരാബാദാണ് നമ്മുടെ മെയിൻ ഓഫീസ്. അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം അത് റോഡ് ലെൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ഇന്ത്യയുടെ പുറത്ത് പോകണം. ഇന്ത്യയുടെ പുറത്ത് പോകണമെങ്കിൽ ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ 2 lakhs പെർ സ്കോപ്പ് വരും. പുതിയ സ്കോപ്പിന് 6 ലക്ഷം രൂപ വരുന്നതാണ്. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ റിപ്പയർ ചെയ്ത് പുറത്തുനിന്ന് കൊണ്ടുവന്നാലും ഇതിപ്പോ വർക്ക് ചെയ്യണമെന്നില്ല. കാര്യം ഇവിടെ വന്നിട്ട് ഇത് വർക്ക് ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ബയോമെഡിക്കലിന് അറിയിച്ചു ഇത് പറ്റില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അവർക്ക് തന്നെ.